ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീതാസ് വേൾഡ്. ഇത് കപ്പ ഹൽവയൊന്നും അല്ല കേട്ടോ. കപ്പ വാങ്ങിയിട്ട് നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് ഇത്. യൂട്യൂബിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കപ്പ ഹൽവയൊന്നും അല്ല, പക്ഷേ ഒരു സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും നമ്മുടെ മക്കൾക്ക് ഇഷ്ടമാവും. അപ്പം നമുക്ക് കപ്പ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും കാണാറുള്ള തേങ്ങയും കപ്പയും ഉണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴും തയ്യാറാക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ടേസ്റ്റിനായിട്ടാണ് കപ്പലണ്ടി നട്ട്സൊക്കെ ചേർക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. നെയ്യ് ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മൾ ഹൽവ തയ്യാറാക്കുന്ന അതേപോലത്തെ ടൈമൊന്നും എടുക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടും. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മൾ കപ്പ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ കട്ട് കളഞ്ഞാലും മതി. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. എന്തായാലും നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഗ്രേറ്റർ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് നമ്മളെ തോരത്തിനൊക്കെ അരിയുന്നത് പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നാരകത്തുണ്ടല്ലോ, അത് നമ്മളൊന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മരിച്ചിനി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു വെള്ളത്തിൽ കഴുകി അതിൻ്റെ കട്ടെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. നമ്മൾ 2-3 വെള്ളത്തിൽ നമ്മൾ മരിച്ചിനി വയ്ക്കാനായാലും എന്ത് കറി വയ്ക്കാനായാലും നമ്മൾ ഇതേപോലെ കഴുകുമല്ലോ, അതേപോലെ നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ കട്ടെല്ലാം നമ്മൾ നന്നായിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ഒരു വെള്ളമാണ് നമ്മൾ കഴുകുന്നത്. 2-3 വെള്ളത്തിൽ നമ്മൾ കഴുകി അതിൻ്റെ കട്ടൊന്ന് കളയണം കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ബാക്കി വരുന്നത് നമുക്കത് പിഴിഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മരിച്ചിനിയുടെ കട്ടെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ഇതേ
ഇതേപോലെ തന്നെയാണ് നമുക്ക് കപ്പ പുട്ടുണ്ടാക്കുന്നതും. നമ്മൾ കപ്പ പൊടിച്ച് പുട്ട് ഉണ്ടാക്കാറുണ്ടല്ലേ, എന്നാൽ നമുക്ക് ഇതേപോലെയും നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മരിച്ചീനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടിക്കോളും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്പം ഒന്ന് നെയ്യിലൊന്ന് വാടിയതിന് ശേഷമാണ് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മരിച്ചീനി നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ മധുരം ചേർത്താൽ ഇത് മരിച്ചീനി വേകാതിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നെയ്യിലൊന്ന് വാട്ടിയതിന് ശേഷം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 മുറി തേങ്ങയാണ്. തേങ്ങയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. തുടരെ ഇളക്കണമെന്നൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിയിലൊന്നും പിടിക്കത്തില്ല. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ. നമ്മുടെ കപ്പ കൊണ്ടുള്ള വെറൈറ്റി ഐറ്റം ഇവിടെ ഏതാണ്ട് റെഡിയായി തുടങ്ങുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പാനിൽ ഇങ്ങനെ പിടിക്കുന്നത് ഒഴിവാക്കാം. ഞാനിപ്പോൾ അധികം നെയ്യ് ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടിയും ഏലക്കയും കൂടി ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. തരിതരിപ്പോട് കൂടി ഇടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഏലക്കയും കൂടി പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കപ്പലണ്ടിയും ഏലക്കപ്പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ ഹൽവയായാലും ഇതേപോലെയുള്ള ഐറ്റങ്ങളായാലും പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് അതിന് നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ഞാൻ ഹൽവയായാലും ഇതേപോലെയുള്ള ഐറ്റങ്ങളായാലും നൈറ്റിൽ തയ്യാറാക്കി രാവിലെയാണ് ഇത് എടുക്കാറുള്ളത്. ഹൽവയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ കറുത്ത ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു കളറ് കിട്ടും. നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ പിറ്റേ ദിവസമാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെറൈറ്റി ഐറ്റം ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒരല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവി വയ്ക്കുക. പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരാനായിട്ടാണ്. ഈ പാനിൽ പിടിച്ചിരിക്കുന്നത് കുറച്ചൊന്ന് ചൂട് മാറുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് സിമ്പിളായിട്ട് ഇളക്കി എടുക്കാനും സാധിക്കുന്നതാണ്. കണ്ടോ, പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ ഹൽവയുടെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഹൽവയല്ല, പക്ഷേ എന്തായാലും ഹൽവ പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ഐറ്റമാണ്. കട്ട് ചെയ്ത് കാണിക്കാം.